അന്ധപരമ്പരാന്യായം. മുമ്പേ ചെയ്തിട്ടുള്ളതിനെ യാതൊരു ആലോചനയും കൂടാതെ അന്ധനെ പോലെ പിന്തുടരുക. സ്വന്തം കണ്ണുറന്ന് നോക്കുകയോ വഴി ശരിയാണോ നോക്കുകയും ചെയ്യുന്നില്ല. മുമ്പുള്ളവർ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് അന്ധനെ പിന്തുടരുന്ന അന്ധനെ പോലെ. മുമ്പിലുള്ള ആള് യഥാർത്ഥത്തിൽ എന്തെങ്കിലും യുക്തിസഹമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ചെയ്യുന്നത്, അതിന്റെ യുക്തി എന്താണ് എന്നും അറിയാതെ തന്നെ പിന്തുടരുന്നതിനെ അന്ധപരമ്പരാന്യായം എന്ന് പറയും. ജന്മേര് പറയുന്ന പോലെ മുമ്പേ ഗമിച്ചിരുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുക്കളെല്ലാം. മുന്നിൽ പോകുന്ന പശുവിന്റെ പുറകിൽ മറ്റേ പശുവിന് നടക്കുന്നു. അതെല്ലാം ചെന്ന് വീണാൽ ഇത് മുഴുവൻ നഷ്ടമല്ല, കൂടുതലും വീണാൽ. അതേപോലെ ആലോചന ഒന്നുമില്ലാതെ പോകുന്നതിന് ഈ അന്ധപരമ്പരാന്യായം പറയും. പരമ്പരകളെ അന്ധമായി ഗ്രഹിക്കുന്നു. അത് വേറെ വഴികളുണ്ടോ, ഇതിനേക്കാൾ യുക്തമായ അതിനേക്കാൾ എളുപ്പമുള്ള വഴിയെന്തെങ്കിലും ആലോചിക്കുക പോലുമില്ല. മുമ്പുള്ള ആൾ എന്ത് ചെയ്തോ അത് അസഹ്യ മാർഗത്തിൽ ആലോചനാശൂന്യനായിട്ട് പിൻഗാമികളാണ് പിന്തുടരുന്നു. ആ പിൻഗാമി ശരിയായ പിൻഗാമി അങ്ങനത്തെ ആളാണ്, ഒന്നും ആലോചിക്കില്ല, അസാരത്തിന് പിന്തുടരുന്നു. അതാണ് അന്ധപരമ്പരാന്യായം. പഴയ സംസ്കൃത ശ്ലോകത്തിലുണ്ട്, താപസ്യകൂപോയം ഇതി ബ്രുവാണം ക്ഷാരം ജലം കാപുരുഷാ പിബന്ധി. ഒരു കിണർ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഈ കിണറിലെ വെള്ളമാണ് അച്ഛന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നത്. അന്ന് ഈ കിണറിലെ വെള്ളത്തിന് ക്ഷാരജലം, അതിന് പുളിരസമോ ഒക്കെ ഉണ്ട് അർത്ഥം. അപ്പം ഈ വെള്ളം അത്ര ഗുണമുള്ളതല്ല. പക്ഷേ മുത്തച്ഛന്മാരൊക്കെ ഇതിലെ വെള്ളമാണ് കുടിച്ചിരുന്നത്. അതുകൊണ്ട് വേറെ കിണർ കുടിക്കുക അല്ലെങ്കിൽ വേറെ വെള്ളത്തിന് സാധ്യതയുണ്ടെങ്കിൽ കൂടി അതുപോലൊന്നും ആലോചിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ അത് തന്നെ കുടിക്കുന്നതാണ്. ക്ഷാരജലം കാപുരുഷാ വിബന്ധി. കാപുരുഷന്മാരെ യോഗ്യതയില്ലാത്ത ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന അർത്ഥം. ഈ അന്ധപരമ്പരാന്യായത്തെയാണ് മഹാകവി കുമാരനാശാൻ ലാലിഭിക്ഷക രസമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാമതിൽ മൂളായിക സമ്മതൻ രാജൻ. ഇന്നലെ ചെയ്തത് അബദ്ധമായെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാതെ അതിന്നും തുടരുന്നു. കുറേ കാലം തുടർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാരമ്പര്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത പാരമ്പര്യമാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അതിനെന്ത് യുക്തി ഉണ്ടായിരിക്കണമെന്ന് പ്രധാവിൽ യുക്തി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ അബദ്ധത്തെ അത് യുക്തിയുക്തമായ ശാസ്ത്രമാണെന്ന് പോലും സ്ഥാപിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അബദ്ധങ്ങൾ സ്ഥിരപ്രതിഷ്ഠ നേടുന്നത്. അന്ധേന നിയമാന യഥാന്ധ എന്ന മനുഷ്യത്തിലൊക്കെ വാർത്തയ്ക്കും കാണാം. അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധനെ പോലെ എന്ന് പറയാം. മുമ്പിലൊരു കണ്ണുകൂട്ടം പോകുന്നു, ആ അന്ധൻ പോകുന്നു, ആളെ പുറകിൽ നീ പോകുന്നു. അവരാരും അതുകൊണ്ട് ശരിയായ വഴിക്കോ ശരിയായ ലക്ഷ്യത്തോ പ്രാപിക്കില്ല. എന്നാലും പഴമയെ ദീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നർത്ഥം.